റെഗുലറായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ക്യാൻഡം ഫയറിന് പോവാം. അതൊരു ടൂർ പാക്കേജ് പോലെയാണല്ലോ. ശരിക്കും പറഞ്ഞ ആൾക്കാർ ക്യാൻഡം ഫയറിന് പോവുക, അല്ലെങ്കിൽ ചൈനയ്ക്ക് കുറേ ആൾക്കാർ ഒരുമിച്ച് പോവുക എന്ന് പറയാം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇതിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ടൂർ പോലെ ആൾക്കാർ പോയാൽ ഈ പർപ്പസ് നടക്കും. ശരിക്കും രോഷഭായി, ഇതിൽ ആളുകൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഉണ്ടല്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ഫെയറിന് വരുന്ന 90% ആളുകൾ എന്താണ്, ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും എന്ന ഉദ്ദേശത്തിലാണ് വരുന്നത്. നമ്മളിവിടെ ബിസിനസ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ വരുന്ന ആൾ ചിലപ്പോൾ ദുബായിൽ നിന്ന് വരികയായിരിക്കും, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് വരികയായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റുകളിലെ ക്വാളിറ്റി വേറെയാണ്, യൂറോപ്യൻ ക്വാളിറ്റി വേറെയാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, 10 രൂപക്ക് ഉണ്ടാക്കി തരും. അതേ പ്രൊഡക്റ്റ് 100 രൂപക്ക് ഉണ്ടാക്കി തരും. അതേ പ്രൊഡക്റ്റ് 10,000 രൂപക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ഏത് മാർക്കറ്റിക്ക് ഏത് തരം ക്വാളിറ്റിയാണോ വേണ്ടതാണ് നമുക്ക് വേണ്ടത്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഫെയറിന് പോയാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. പിന്നെ ഫെയറിന് വരാം, എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്ത് അതേത് ഫേസിലാണ് നോക്കിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യണം സമയം. മറ്റൊന്ന് പറഞ്ഞാൽ നേരെ വന്ന് ഫെയറിൽ നിന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല. ആൾക്ക് അവസാനം എന്ത് കിട്ടി, ഒരു ഫെയർ കണ്ടു എന്ന് മാത്രമായി. ആളുകൾക്ക് ഒരു വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എന്ത് പ്രോഡക്റ്റാ, ഞാൻ ഏത് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ കോസ്റ്റിംഗ് എത്ര വരണം, ഏത് സ്ഥലത്ത് അതിനെ പൊസിഷൻ ചെയ്യണം, ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ട് വന്ന ആ സ്പേസ് മനസ്സിലാക്കി അവിടെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് വേർത്താണ്. അതെ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവരെ പ്രൊഡക്റ്റ് ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എന്ത് എക്സ്പ്ലോർ ചെയ്യാം.